വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനൽ ചെയ്തിട്ടില്ലാത്ത മോഡലുള്ള ഒരു വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ സ്വിഗ്ഗി ഓടാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് സ്വിഗ്ഗിയൊക്കെ ഓടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം ഒരു ദിവസം എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും സ്വിഗ്ഗി ഓടിക്കൊണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂണിഫോമോ ടീഷർട്ടോ മറ്റേ ബാഗോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ഇന്ന് ഈ ബാഗൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വായോ. 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുനിന്ന് പിന്നെ വാങ്ങണ്ടല്ലോ, അതിനേക്കാൾ 2 കുപ്പി വെള്ളം മതിയാകുമെന്നാണ് വിശ്വാസം. അങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇറങ്ങാം. ഓർഡറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഓർഡറൊന്നും അടിച്ചില്ല. ഞങ്ങൾ ഏകദേശം 2 ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഒരു ബിൽഡിങ്ങിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കൊടുക്കാനുള്ളത്. 2ാമത്തെ ഓർഡർ കൊടുത്തു. എത്ര രൂപ കിട്ടിയെന്നുള്ളത് അവസാനം പറയാം. അങ്ങനെ നമുക്ക് 3ാമത്തെ ഓർഡർ അടിച്ച് 3ാമത്തെ ഓർഡർ വാങ്ങാൻ വേണ്ടി നമ്മൾ ഓർഡർ ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറിൽ ഇതിപ്പോൾ 3ാമത്തെ ഓർഡർ അടിച്ച്. ഇനി അടുത്ത 3ാമത്തെ ഓർഡർ നമുക്ക് പിക്ക് ചെയ്യാം. അങ്ങനെ 3ാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു കടയിൽ തന്നെ 2 ഓർഡർ നമുക്ക് അടിച്ചു. സ്വിഗ്ഗിയൊക്കെ പോയിട്ട് ഇതാ വീട്ടിൽ എത്തിയിട്ടുണ്ട്. സത്യം പറയാലോ, നമ്മൾ എളുപ്പമാണ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും എളുപ്പമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇന്ന് ഞാൻ ഈ ഒരു സ്വിഗ്ഗി ഓടാൻ പോയതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഇതൊക്കെ ഭയങ്കര എളുപ്പമല്ലേ, വണ്ടി എടുക്കുക, സാധനം കൊണ്ട് കൊടുക്കുക, പൈസ വാങ്ങുക, ഇതിലപ്പുറം എന്താ ഇതിലുള്ളത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഇതിനു വേണ്ടി ഇറങ്ങി ഈ ഒരു കാര്യം ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഇത് അത്രമാത്രം പാടുള്ള ഒരു കാര്യമാണെന്ന്. ഓരോരുത്തരും അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇപ്പം ഇന്ന് എനിക്ക് കണ്ടിന്യൂസ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞാൻ ഒരു 9 ഓർഡറോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂറേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ 4 മണിക്കൂർ തന്നെ ഞാൻ നിന്നപ്പോഴേക്കും പകുതി ചത്തു എന്ന് തന്നെ പറയാം. അത്രമാത്രം എനിക്കിപ്പോൾ ടയേർഡുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ അത്രയും ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ഡേ ടൈമാണ്. ഡേ ടൈമിൽ നമ്മൾ ഈ ഒരു റഷിലൂടെയൊക്കെ വണ്ടി ഓടിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനല്ല വണ്ടി ഓടിച്ചത്, ഞാൻ ആനന്ദിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിറകിയിരുന്ന ഒരാളാണെങ്കിൽ പോലും ആ വണ്ടിയിൽ അത്ര നേരം ഇരിക്കുക എന്ന് പറയുന്നത് അത്രയും മടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഓരോ കടകളെത്തുമ്പോഴേക്കും അവിടെ നിർത്തി സാധനം വാങ്ങുക, വീണ്ടും കൊണ്ടു കൊടുക്കുക, വീണ്ടും വണ്ടി കയറുക, വീണ്ടും കൊണ്ടു കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഉടനെ ഓർഡർ അടിക്കും. അത് കഴിഞ്ഞ് ആ ഇത് വാങ്ങാൻ വേണ്ടി പോകുക, വീണ്ടും അവിടെ നിന്ന് വാങ്ങുക, വീണ്ടും അടുത്ത ലൊക്കേഷൻ കൊണ്ടു കൊടുക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട അവസ്ഥയാണ്. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കിടക്കണം എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ കണ്ടിന്യൂസ് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് പൈസ കിട്ടും എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. പക്ഷേ അത് ആ കാര്യം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ കുറേ നേരം വണ്ടിയിലൊക്കെ ഇരുന്ന് ബോറടിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റണ കാര്യമൊന്നുമല്ല. അത്രയും നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ കൊണ്ടുവരുന്നവർക്ക് ഒരു 10-20 രൂപ ടിപ്പ് കൊടുത്താലും ഒരു നഷ്ടമില്ല കേട്ടോ. അവർ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത്. അത് അവരുടെ ജോലിയാണ്. ഓക്കെ, അത് സത്യം, അവരുടെ ജോലിയാണ്. പക്ഷേ അവർക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസയാണ്. അവരുടെ പെട്രോളിന്റെ പൈസയുടെ 5-10 മാത്രമേ അവർക്ക് എക്സ്ട്രാ കിട്ടുന്നുള്ളൂ. അതാണ് സത്യാവസ്ഥ. നിങ്ങൾ അവർക്കൊരു 10-20 രൂപ കൊടുത്താലും അത് സത്യം പറഞ്ഞ ഒരു നഷ്ടമല്ല. അവരത്രയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നില്ലേ ഈ സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുക. പിന്നെന്താ പറയാ, അപ്പൊ ഇത്രയൊക്കെയാണ്. ഒരു പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല ഉറപ്പായി ലൈക്ക് ചെയ്യാം. എല്ലാവർക്കും